ധ്യാനിപ്പിക്കും. തെസ്സലോനിക്കർക്ക് രണ്ടാം ലേഖനം അതിന്റെ പ്രാരംഭ ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ അതിന്റെ കാരണം എന്തുകൊണ്ടാണ് കത്ത് എഴുതുന്നത്, എന്ത് പ്രശ്നത്തെ അഭിമുഖീകരിച്ചാണ് അപ്പോസ്തലനും കൂട്ടരും ഒരുമിച്ചവര് പൗലോസും സിലാനോസും തിമോത്തിയോസും ചേർന്നുകൊണ്ട്, പൗലോസ് എഴുതുമ്പം അവര് ചേർന്നുകൊണ്ട് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിനുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പം ദൈവ സന്നിധിയിൽ അവരെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവമക്കളുടെ പ്രശ്നങ്ങളെ ദൈവത്തിൽ നിന്നുള്ള ആലോചനകളെ പ്രാപിച്ച് അതിനുത്തരം കൊടുക്കുന്ന ലേഖനങ്ങളാണ്. അതുകൊണ്ട് ആ ഉത്തരങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് മാത്രമല്ല, കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ട് ഇന്നും ദൈവസഭയ്ക്ക് ഈ ഉത്തരങ്ങൾ അവര് നേരിട്ട പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുതെന്ന് അപ്പോസ്തലന്മാർ പങ്കുവെച്ച ദൈവവചനങ്ങൾ കാലാകാലങ്ങളായി വേർപെട്ട ദൈവസഭകൾക്ക് ഇന്നും പ്രയോജനമായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും വഴികാട്ടിയായി ഏത് ഇരുളിലും ദൈവസഭയ്ക്ക് വെളിച്ചത്തിൽ, എത്ര ഇരുളേറിയ പ്രശ്നങ്ങളുടെ നടുവിലും മരണനിഴലിന്റെ താഴിൽ കൂടി നടക്കേണ്ടി വന്നാലും നമുക്ക് ഭയപ്പെടാതെ ധൈര്യത്തോടെ ദൈവികത്തിന്റെ ആലോചനകളെ വ്യക്തമായി ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഏറ്റവും കൂടുതൽ പുതിയ ദൈവസഭയ്ക്ക് പ്രയോജനം ചെയ്യുന്ന ലേഖനം തന്നെയാണ്. ആ ലേഖനങ്ങളെല്ലാം ഉരുവായതിന്റെ പ്രധാന കാരണങ്ങൾ പലരുടെയും ദൈവസഭയിൽ ഉണ്ടായ സംശയ വിചാരങ്ങളും ആശയക്കുഴപ്പങ്ങളും പല ഉപദേശ പിശകുകളും ദുരുപദേശങ്ങളും അതുപോലെ തന്നെ തെറ്റായ പല പ്രചരണങ്ങളും ഒക്കെ അവിടെ കടന്നു വന്നു. അതുപോലെ തന്നെ ദൈവസഭയ്ക്കകത്ത് പരസ്പരം ഉണ്ടായ വിഷയങ്ങൾ, ഇതിനെല്ലാം നടുവിൽ നല്ലൊരു നേതൃത്വം അപ്പോസ്തലനായ പൗലോസും കൂട്ടരും ആ കാലത്ത് വളരെ ആത്മാർത്ഥമായ അപ്പോസ്തലനായ പത്രോസായാലും യാക്കോബായാലും ആ കാലഘട്ടത്തില് നിസ്വാർത്ഥരായി ദുർവ്യാജ സ്നേഹത്തോടെ നിന്ന ഒരു നല്ല അപ്പോസ്തോലിക കൂട്ടം ഉണ്ടായിരുന്നത് കൊണ്ട്, മൂപ്പന്മാരുടെയും ശുശ്രൂഷകരുടെയും കൂട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവസഭയ്ക്കെല്ലാം അനുഗ്രഹമായി തീരുന്ന ലേഖനങ്ങൾ ഉളവായി. അത് ഇന്ന് നമ്മുടെ ജീവിതത്തില് നമ്മൾ എത്ര കാലങ്ങളായി നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുന്ന ഈ ദൈവവചനങ്ങൾ നമുക്ക് എത്രയധികം വെളിച്ചമായി നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി തീരുന്നു. അത് നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തില് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒന്നും ഒരു നിരാശയ്ക്ക് കാരണമാകത്തില്ല. അതെല്ലാം അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ വളരെയധികം വിഷയങ്ങളെ പ്രാർത്ഥനയോടെ കൈകാര്യം ചെയ്തു. ദൈവമക്കൾക്ക് വ്യക്തമായ കത്തുകൾ എഴുതി അതിനകത്ത് കേവലം സുഖ അന്വേഷണങ്ങളും കേവലം ആശീർവാദങ്ങളും മാത്രമല്ല, അവരെ നല്ല അനുഗ്രഹ ആശംസകളോടെ ഒക്കെ ആരംഭിച്ച് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് അവരെ എൻകറേജ് ചെയ്ത് അവരെ ധൈര്യപ്പെടുത്തി എത്ര വലിയ വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒരു എൻകറേജ്മെന്റ് കൊടുത്തിട്ടേ അതിനെ വിഷയത്തെ അഭിമുഖീകരിക്കത്തുള്ളൂ. എത്ര വലിയ പ്രതിസന്ധി നേരിടുന്ന സഭകളാണെങ്കിലും അപ്പോസ്തലന്മാരുടെ ഒരു ശീലമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിനുള്ള കൃപയും പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനുള്ള കൃപയും സമാധാനവും ആ ഗ്രേസ് ആൻഡ് പീസ് അവർക്ക് എപ്പോഴും ഓഫർ ചെയ്തുകൊണ്ട് അങ്ങനെ അവരെ ആശംസിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലുള്ള ഗുണങ്ങളെ നന്നായി എടുത്തു കാട്ടി എൻകറേജ് ചെയ്തുകൊണ്ടാണ് കറക്ഷനിലേക്കാണെങ്കിലും ഡോക്ടറിൻസിലേക്കാണെങ്കിലും പത്തി ഉപദേശത്തിലേക്കാണെങ്കിലും അവരെ ശാസ്ത്രിക്ക് തർജ്ജനം ചെയ്യേണ്ട വന്നാലും തിരുത്തേണ്ട വന്നാലും എല്ലാം അതിന്റെ ഘട്ടം ഘട്ടമായി അത് ചെയ്യുവാൻ അവർ ദൈവകൃപയിൽ അവർ പ്രാപ്തരായിരുന്നു. ആ മാതൃക നമുക്ക് വളരെയധികം അനുകരണീയമാണ്. തെസ്സലോനിക്ക സഭ എങ്ങനെ മാതൃകയാണോ അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും കൂട്ടാളികളായ സിലാനോസും തിമോത്തിയോസും ശുശ്രൂഷകർക്ക്, ദൈവസഭയുടെ നേതൃത്വം വഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കർത്താവിന്റെ വേലയിൽ പങ്കാളികളാകുന്നവർക്ക്, മിനിസ്റ്റർ ചെയ്യുന്നവർക്ക്, കർത്താവിന്റെ ആ ഇഷ്ടം ചെയ്യുവാൻ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചവർക്ക് തികച്ചും മാതൃകയാക്കാൻ കഴിയുന്ന നേതൃത്വമായിരുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്കത് തീരെ കാണാനില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അത് ഒരു ഉപാധിയായി പറഞ്ഞ്, ഒരു എക്സ്ക്യൂസായി പറഞ്ഞ് നമുക്ക് അവിശ്വസ്തരാകാനുള്ള ഒരു പഴുത് പോലും ദൈവം തരുന്നില്ല. കാരണം വിശ്വാസ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുകയും സാക്ഷികളുടെ വലിയൊരു സമൂഹം എങ്ങനെയാ ഈ ഓട്ടം ഓടി തികച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി അല്ലെങ്കിൽ വിശ്രമിക്കുന്ന
വലിയൊരു സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുവാൻ നമുക്ക് ആഹ്വാനം ദൈവവചനം നൽകി തരുന്നു. തെസ്സലോനിക്ക ലേഖനം അങ്ങനെ കൃപയിലും സമാധാനത്തിലും അവർ ജീവിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൂട്ടാളികളും ചേർന്ന് അവരെ എൻകറേജ് ചെയ്യുകയാണ്. 3-ാം വാക്യം മുതൽ, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു, ആളാമൃത്യങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകി വരികയാൽ ഞങ്ങൾ യോഗ്യമാവുമെന്ന് ദൈവത്തിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പം അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ വെച്ച് നോക്കിയാൽ വളരെ വേഗത്തിൽ തന്നെ പ്രശ്നത്തിലേക്ക് കടക്കേണ്ടതാണ്. അത്ര ഗൗരവമായ പ്രശ്നമാണ് തെസ്സലോനിക്ക സഭ നേരിടുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരിൽ നിറഞ്ഞിരിക്കുന്ന ദൈവിക ഗുണവിശേഷങ്ങൾ, അവരിൽ നിറഞ്ഞിരിക്കുന്ന അവരുടെ ആ ഫ്ലേവറും ഫേവറും, ദൈവത്തിൽ അവർക്ക് ലഭിച്ച ദൈവപ്രസാദം നഷ്ടപ്പെടുത്താത്ത ജീവിതവും അവർ പുറപ്പെടുവിക്കുന്ന ഗുണം, അതാണ് ഫ്ലേവർ എന്ന് പറയുന്നത്. ഇത് രണ്ടും അവരിൽ ഉണ്ട്. അതിപ്പോഴും അത് വളരെയധികം വർദ്ധിച്ചു വരുന്നുവെന്ന് അവരെ ഒന്ന് ഓർപ്പിച്ചുണർത്തി, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ പ്രസാദം വേണ്ടി പുറപ്പെടുവിക്കേണ്ട ഗുണവും അല്ലെങ്കിൽ ആ ഫേവർ ആൻഡ് ഫ്ലേവർ നിങ്ങളിൽ ഇതുവരെയും ഈ കഷ്ടങ്ങൾക്ക് മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിസന്ധികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രസാദവും നിങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു ഗുണമുണ്ട്. അതേ ഉപ്പിന് കാരമുള്ള പോലെ, മലമേൽ മറിഞ്ഞിരിക്കാത്ത പട്ടണം പോലെ, തന്നിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക്, ഇതാണ് നമ്മൾ ഫ്ലേവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ട ഘടകങ്ങൾ. അതേ സമയത്ത് തന്നെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിച്ച ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഫേവർ എന്ന് പറയുന്നത്. ദൈവപ്രസാദം ലഭിച്ചു. ആ ദൈവപ്രസാദം നഷ്ടമാക്കാതെയും ദൈവം ആഗ്രഹിക്കുന്ന ആ ഫ്ലേവർ, ആ രുചി, ആ എസൻസ് ഉള്ള ക്രിസ്ത്യൻ ലൈഫ് അവർ നയിക്കുന്നു എന്നുള്ളത് അതെ മറ്റൊരറ്റത്തിരുന്നു കൊണ്ട് അപ്പോസ്തലനായ പൗലോസും കൂട്ടരും അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ നേരിടുന്ന സംഘർഷഭരിതമായ, വളരെ വേദന നിറഞ്ഞ, കണ്ണുനീരിന്റെയും കഠിന ശോധനയുടെയും വിഷയങ്ങളെ അവർ കൈകാര്യം ചെയ്യുന്നത്. അത്രമാത്രം അവർക്ക് പരിജ്ഞാനം ഉണ്ടായിരുന്നു. അത്രമാത്രം അപ്പോസ്തലന്മാർക്കും തന്റെ കൂട്ടാളികൾക്കും ദൈവസഭയുടെ ഇടപെടുന്നതിൽ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നുവെന്ന് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കേവലം ഒരു പ്രശംസയ്ക്ക് വേണ്ടിയോ അവരെ ഒന്ന് സുഖിപ്പിച്ച് നിർത്താനോ അല്ലെങ്കിൽ 2 വഴക്ക് പറയുന്നതിന് മുമ്പ് 2 തലോടൽ കൊടുത്തേക്കാമെന്നുള്ള ഒരു അഭിനയം അല്ല അവിടെ കാണുന്നത്. അത് അവരുടെ ഒരു ജീവിത ശൈലിയായിരുന്നു. നമ്മൾ നന്നായിട്ട് ഓർത്തോണം, നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ അഭിനയവും അധിക നാൾ നമുക്ക് പിടിച്ച് നിർത്താൻ കഴിയത്തില്ല. നമ്മുടെ അഭിനയമാണെങ്കിൽ അത് കാലാകാലങ്ങളിൽ അത് അഭിനയമാണെന്ന് വെളിപ്പെട്ട് വരും. അല്ല, അത് നമ്മൾ കൃപയാൽ ദൈവത്തിന്റെ പണിപ്പുരയിലൂടെ കടന്നുപോയി അതെ ദൈവത്താൽ വാർത്തെടുക്കപ്പെടുന്ന സ്വഭാവമാണെങ്കിൽ അത് നമ്മുടെ ജീവിത ശൈലിയിലൂടെ വെളിപ്പെടും. രണ്ടും തമ്മിൽ പകലും അതെ ഇരുളും പോലെ ഉള്ള വ്യത്യാസമാണ് നമുക്ക് തോന്നും. അപ്പോസ്തലന്മാർ അവർ അഭിനയിക്കുകയല്ല, അവർ ഹിപ്പോക്രൈറ്റ്സ് അല്ലായിരുന്നു. അതെ, ആദ്യം ഒന്ന് സുഖിപ്പിച്ചിട്ട് പിന്നെ വഴക്ക് പറയുക, ആദ്യം ഒന്ന് തലോടിയിട്ട് പിന്നെ തല്ലുക, അങ്ങനെ ഒരു സ്വഭാവം അവർക്കില്ല. മറിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യതയുണ്ടായിരുന്നു എങ്ങനെ വേണം ദൈവ മക്കളോട് ഇടപെടുവാൻ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരെ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ ബലപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അവരെ ധൈര്യപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ഉപദേശ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെട്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെ മാറ്റി സത്യത്തെ അവരുടെ ഉള്ളിൽ ഉറപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോസ്തലനും കൂട്ടരും ഈ കത്തെഴുതി അവർക്ക് തിമോഥെയോസിന്റെ കൈവശം കൊടുത്തു വിട്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, ഈ കത്ത് അവിടെ എത്തുന്നതും അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. അപ്പം ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുമ്പം നമുക്കറിയാം ഇവിടെ എഴുതിയിരിക്കുന്ന 2 കാര്യങ്ങളാണ്: ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ഫെർവന്റ് ലവ് ഫോർ വൺ അനദർ. ഈ 2 ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അത് അവർണ്ണനീയമാണ്. 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തില് അതെ ആ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. 2, പരസ്പരമുള്ള ആ ബ്രദർലി ലവ്. ഇതിൽ പേര് കേട്ടവരായിരുന്നു തെസ്സലോനിക്ക സഭ. അതേ സമയത്ത് തന്നെ മനസ്സിടിയുന്ന പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയിരുന്നു. അവരുടെ മനസ്സിടിഞ്ഞ് അവരുടെ പ്രത്യാശയ്ക്ക് തന്നെ ഭംഗം വരുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വാർത്തകൾ എത്തിയപ്പോഴും അവർ എവിടെ മുൻതൂക്കം കൊടുത്തെന്നറിയാമോ?
ദൈവത്തിങ്കലുള്ള വിശ്വാസത്തിലും പരസ്പരമുള്ള സഹോദര സ്നേഹത്തിനും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ലായിരുന്നു. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഹൃദയം തകർന്നത്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ സംശയാകുലരായത്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ കണ്ണുനീരോടെ ചിന്തിച്ചത്, ദൈവമേ, കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു, ഇത് എന്താണ്, ഞങ്ങളുടെ പീഡകൾക്ക് മാറ്റമില്ലേ, ഇനി എങ്ങനെയാണ്, ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ള. നമ്മൾ ഇന്നത്തെ പോലെ ഒരു സംശയം വരുമ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കാനോ ആള് പെട്ടെന്ന് ഓടി വരുവാനോ ഉള്ള സൗകര്യത്തിലല്ല അവർ ജീവിച്ചേ. അവരുടെ സംശയങ്ങൾ മാറണമെങ്കിൽ അപ്പോസ്തലന്റെ കയ്യൊപ്പോട് കൂടിയ കത്ത് അവിടെ എത്തണം. അപ്പോഴവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് അപ്പോസ്തലൻ തന്നെ എഴുതിപ്പിച്ചതും ഒടുവിൽ വന്ദനമായി തന്റെ കയ്യൊപ്പോട് കൂടിയ വരുമ്പോഴാണ് അതിന്റെ അവർക്കത് ഒത്തന്റിക് ആയിട്ട് അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുവരെ അവരുടെ ജീവിതത്തിൽ അടിയുലയുന്ന പല അനുഭവങ്ങൾ, അവരുടെ പ്രാദേശികമായി അവർ നേരിടുന്ന പ്രതിസന്ധികളും അത് നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും അവരെ ആടിയുലയ്ക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസവും അന്യോന്യമുള്ള സ്നേഹവും അത് ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് അല്പം പറഞ്ഞു തുടങ്ങിയ പോലെ അവിടെ എന്താണ് Paul is thanking God for Thessalonians. എന്തിനു വേണ്ടിയാ? Because of their flourishing faith and growing love for one another. രണ്ട് വേർഡാണ്, flourishing faith and growing love. ആ ഫെയ്ത്ത് എന്ന് തന്നെ മാഞ്ഞു പോകാം, സ്നേഹം തന്നെ അറ്റുപോകാമെന്ന സാഹചര്യത്തിലാണ് അതിന് വിശേഷതകളോടുകൂടെ പുറത്തു വരുന്നത്. അവരിലുള്ള ദൈവസ്നേഹം അങ്ങേയറ്റം അങ്ങ് വാടി തളർന്ന്, സഹോദര സ്നേഹം ഏറ്റവും ഫീബിൾ ആകേണ്ട സമയത്ത് അവിടെ പറഞ്ഞത് ഫെർവന്റ് ആയി, ഭയങ്കര എരിവോടുകൂടെയായി. അതുപോലെ തന്നെ ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം ഏറ്റവും ഒരു വിളക്ക് കെട്ട് ഒരു കരിന്തിരി കത്തുന്ന പോലെ ആയിത്തീരേണ്ട സമയത്ത് അവിടെ എഴുതിയിരിക്കുകയാണ്, അവിടെ ഫെയ്ത്ത് ഫ്ലറിഷായി, തഴച്ചു വളർന്നു. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെയുള്ള ഘടകങ്ങൾ അവരുടെ കാതുകളിൽ ഈ വർത്തമാനം എത്തുമ്പോ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന് നന്ദി പറയുക. I thank God for you because I heard about your flourishing faith and your growing love for one another. How can't I thank God? എനിക്ക് എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയും? അനേക പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോന്നെ, ഞങ്ങളും കടന്നു പോന്നെ. പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ പ്രവർത്തികളെ കുറിച്ച് കേൾക്കുമ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വരട്ടെ. ഞാൻ ഇനി പല കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതും നിങ്ങൾ മറന്നുപോയത് ഓർപ്പിക്കുകയും പുതുതായി പറയാൻ പോകുമ്പോൾ അതിനു മുൻപേ എന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു. എന്റെ പ്രിയരെ, ഈ ഒരു ക്യാരക്ടറാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എത്ര വഷളത്വം നിറഞ്ഞ ലോകത്തിലും, അതെ, എത്രമാത്രം ദൈവത്തിന്റെ ഹൃദയം ഒരു മാനവജാതി മുഴുവനും ദുഃഖിപ്പിക്കുമ്പോഴും നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിന്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ കഴിഞ്ഞു. നാം പലപ്പോഴും ചിന്തിക്കും, ഞാൻ ഒരാൾ മാത്രം വിശ്വാസം നിന്നാൽ, ഞാൻ ഒരാൾ മാത്രം സഹോദര സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നാൽ, നമ്മളൊരു സഭ മാത്രം അങ്ങോട്ട് നേരെ നിന്നാൽ ഇവിടെ നിന്നാണ്ട് സംഭവിക്കുമോ? അങ്ങനെ തെസ്സലോനിക്ക സഭ ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഒരു റോൾ മോഡൽ ചർച്ച ആകത്തില്ലായിരുന്നു. കഷ്ടത നടുവിൽ ദൈവം എന്തിനാ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ വിശ്വാസം തഴച്ചു വളരാനുള്ള എന്ത് അനുകൂല സാഹചര്യമാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നേക്കുന്നത്? അങ്ങനെ സഹോദരങ്ങളെ പരസ്പരം സ്നേഹിക്കേണ്ടക്കോണം ഇത്ര വലിയ എന്ത് നന്മയാ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഞങ്ങൾ തന്നെ അത്ര വലിയ സമ്പന്നരാണോ എല്ലാവരെയും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ? കാരണം കൊരിന്ത്യ സഭയോട് അപ്പോസ്തലൻ പറയുന്നത്, മക്കോദോന്യ സഭകൾ കഠിന ശോധനയിലായിരുന്നിട്ടും, കഠിന ദാരിദ്ര്യവും കഠിന ശോധനയും ഒരുപോലെ ഉണ്ടായിട്ടും നിങ്ങൾക്കറിയാമല്ലോ അവരിൽ പെരുകി വന്നിരിക്കുന്ന സഹോദര സ്നേഹം. അപ്പം ഇന്ന് രാത്രി നമ്മള് ഈ ദൈവത്തിന് നന്ദി കൊടുക്കുന്ന രണ്ട് ഘടകങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ ചർച്ചിന്റെ നിലപാടും ആ ചർച്ചിന്റെ ക്വാളിറ്റിയും ആ ചർച്ചിന്റെ ഫ്ലേവറും ദൈവത്തിൽ ലഭിച്ച ഫേവറും അവരെങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിയെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മള് ദൈവത്തിൽ ലഭിച്ച ഫേവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫ്ലേവർ ഇല്ലാതെ പോയാൽ, യേശു പറഞ്ഞ പോലെ, കാര്യം ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ, എന്റെ ഫേവർ നിങ്ങളുടെ മേൽ വന്നു, പക്ഷെ നിങ്ങൾ ഫ്ലേവർ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വലിയ ലൂസേഴ്സാ. നിങ്ങളെ കൊണ്ട് പിന്നെ ഒരു ഗുണവുമില്ല, ചവിട്ടിക്കളയാനേ കൊള്ളത്തുള്ളൂ. ഫേവർ ലഭിച്ചത് കൊണ്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഫ്ലേവർ പുറപ്പെടുവിച്ചെങ്കിലേ ദൈവത്തിന്റെ ഫേവർ നിലനിൽക്കത്തുള്ളൂ. നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മളിൽ പുറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഗുണവിശേഷങ്ങൾ, ആ രുചി, ആ എസൻസ്, ആ അന്തസത്ത, അത് നമ്മളിൽ പുറപ്പെടുമ്പോഴാണ് ഈ ഫേവർ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്.
അതുകൊണ്ട് യേശു വാൺ ചെയ്തു, നിങ്ങളുടെ ഫേവർ ഞാൻ പറയാം, നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. പക്ഷെ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫ്ലേവർ ഞാൻ പറയാം, ഉപ്പിന് കാരം വേണം, അത് ടേസ്റ്റ് വരുത്തണം. ഈ salt loses its flavor. അവിടെ ആ വാക്ക ഉപയോഗിച്ചേക്കുന്നത്, നമ്മൾ കാരം എന്നുള്ളത് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഉപ്പിന് ഫ്ലേവർ ഇല്ലാതെ പോയാൽ അതിനെ പിന്നെ എന്തോത്തിന് കൊള്ളാം. ഇതുപോലെ ഇന്നത്തെ ദൈവമക്കൾ എന്ന് പറയുന്ന മെജോറിറ്റിയുടെ അവസ്ഥ എന്നെ ചോദിച്ചാൽ, അവർ ദൈവത്തിന്റെ ഫേവറിനെ വാനോളം ഉയർത്തും. ദൈവം ഞങ്ങളെ രക്ഷിച്ചു, കൃപയാൽ രക്ഷിച്ചു, ഒരു സാധ്യയില്ലാത്തത് വിടുവിച്ചു, വിളിച്ചു, മക്കൾ അവകാശങ്ങളുമാക്കി തീർത്തു. ഒരു പാർട്ട് 1 മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ, പാർട്ട് 2 അറിയത്തില്ല. ആ ഫേവർ കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മൾ ആ ദൈവത്തിന്റെ ഫേവറിനെ പ്രാപിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഫേവർ അല്ല ആൾക്കാർ കാണണ്ടേ, ദൈവം ഫേവർ ചെയ്ത ആൾക്കാരുടെ ഫ്ലേവറാണ് ലോകം കാണണ്ടേ. ദൈവം പ്രസാദിച്ച, ദൈവത്തിന് കരുണ തോന്നിയ തന്റെ ജനത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ രുചി, ആ കാരം, ആ എസൻസ് ലോകം കാണുമ്പോഴാണ് ദൈവത്തിന് നാമം മഹത്വപ്പെടുന്നതും നാം വാസ്തവമായ യേശുവിന്റെ ശിഷ്യരെന്ന് ലോകം അറിയുന്നതും. മാത്രമല്ല ദൈവത്തിന്റെ ഫേവറെ നമ്മുടെ മേൽ പകർന്നതിൽ ദൈവം അഭിമാനിക്കും. അപ്പോസ്തലനായ പൗലോസ് അഭിമാനിക്കുകയാണ്. കാര്യം എനിക്ക് അതെ ഫിലിപ്പിയിൽ ക്രൂരപീഡനമായിരുന്നു, കാര്യം തെസ്സലോനിക്കയിൽ ക്രൂരപീഡനമായിരുന്നു, ബെരോവയിൽ ക്രൂരപീഡനമായിരുന്നു, ഒരിടത്തുനിന്ന് അടുത്തിടത്തേക്ക് മർദ്ദനവും പീഡനവും അതെ തള്ളിക്കളയിലുമായിരുന്നു. പക്ഷെ അപ്പോസ്തലൻ പറയുക, ആ വേദനയൊക്കെ ഞാൻ എങ്ങനെ മറക്കുന്നറിയാമോ? അവിടെ രൂപപ്പെട്ട സഭ ദൈവത്തിന്റെ ഫേവർ ലഭിച്ച തന്റെ ജനം പുറപ്പെടുവിക്കുന്ന ആ ഫ്ലേവർ കണ്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടങ്ങളിലും ആനന്ദിക്കുന്നത്. നമ്മൾ അങ്ങനത്തെ അവസരങ്ങൾ ദൈവത്തിന് കൊടുക്കാറുണ്ടോ? നമ്മൾ അങ്ങനത്തെ അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ടോ? ഇന്ന് സഭകൾ മുഴുവനും നന്ദി പറയുന്ന, സ്തോത്രം പറയുന്ന മുഴുവനും മെറ്റീരിയലായി ലഭിച്ച കാര്യങ്ങളെ ലിസ്റ്റപ്പ് ചെയ്താണ് സഭ പറയുന്നതും ശുശ്രൂഷകര് പറയുന്നു. നന്ദി പറയാൻ അത് മാത്രമായി തീർന്നു. അതിന് നന്ദി പറയേണ്ടെന്നല്ല, പക്ഷേ ആ നന്ദി എവിടെ മങ്ങിപ്പോന്നറിയാമോ? കഠിന ശോധന വരുമ്പോൾ എല്ലാം അവിടെ കെട്ടണഞ്ഞു പോവും. പക്ഷെ കെട്ടണഞ്ഞു പോകാത്ത എന്നറിയാമോ? ജീവിതത്തിന്റെ കഠിന ശോധനയിലും നമ്മുടെ വിശ്വാസം തഴച്ചു വളരുകയാണെങ്കിൽ, നമ്മുടെ സഹോദര സ്നേഹത്തിന് ഒരു താഴ്ചയും വരാതെ അത് വർദ്ധിച്ചു വരികയാണെങ്കിൽ സഭയ്ക്ക് ഒന്നടങ്കം നന്ദി പറയാൻ വകയുണ്ട്, ദൈവത്തിന് മാനവും മഹത്വം എടുക്കാനുള്ള വകയുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം, ആ വരികൾക്ക്, ആ വചനത്തിന് ഇത്രയും പ്രാധാന്യമുള്ള. അതുകൊണ്ടാ സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. അതായത് ഫ്ലറിഷിംഗ് ഫെയ്ത്ത്, ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകുന്നു, ഗ്രോവിംഗ് ലവ്. ഇത് രണ്ടും നിങ്ങൾക്കുള്ളത് കൊണ്ട് ദൈവത്തിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുക. അത് ഞങ്ങളത് ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. അത് അപ്പോസ്തലൻ ആ വലിയൊരു സന്തോഷം, ഇത്രയും ദുഃഖത്തിന്റെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളുടെ അത് വളരെയധികം അതിൽ കടപ്പെട്ടിരിക്കുന്നു. അത് തികച്ചും ഉചിതം തന്നെ, അത് ഉചിതം തന്നെ. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഇത് വായിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ദാവീദിലേക്കും കഷ്ടങ്ങളിൽ ദൈവത്തെ തള്ളിക്കളയാത്ത പൂർവകാല ഭക്തന്മാരും സാക്ഷികളുടെ സമൂഹത്തിൽ അങ്ങനെ ചിന്തിച്ച് നമ്മൾ കുറച്ച് പുറകോട്ട് പോയി. അതുകൊണ്ട് അവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയായിരുന്നു. ഇങ്ങനെ കഷ്ടം വന്നാൽ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ദൈവം നിരത്തി നമ്മുടെ മുമ്പിൽ വെക്കും. മുകളിൽ ആകാശവും താഴെ ഭൂമിയാണെങ്കിലും കർത്താവെ ഞാൻ ഇനി എന്ത് ചെയ്യണം ചോദിക്കുന്ന ഭക്തന്മാർ ദൈവത്തിന്റെ കയ്യില് ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഭാഗം ചിന്തിച്ചത്. നമ്മൾ എന്താ പറയണ്ടേ, സിംഹാസനം ഇരിക്കുന്ന രാജാവായ ദാവീദിനെ കുറിച്ച് പറയാൻ എളുപ്പമോ, പക്ഷെ അടുത്ത നിമിഷം എവിടെ തല ചായ്ക്കുമെന്ന് അറിയാതെ ഒരു നിമിഷം കൊണ്ട് ഒറ്റയാനായി പോയ, കൂടെയുള്ളവർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഇവനെ തീർത്ത് കളയാൻ ചിന്തിച്ച ആ ദാവീദിനെ നമ്മൾ അറിയുന്നത് വളരെ നല്ലതാ. അതിനാണ് കഴിഞ്ഞ ആഴ്ച ദൈവം അത് ഓർപ്പിച്ചത്. അപ്പം അങ്ങനെ ദൈവത്തിന്റെ ആ പ്രതീക്ഷകളെ നിറവേറ്റുന്ന ഒരു സഭയായി തെസ്സലോനിക്ക സഭ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല പീഡനങ്ങളും പരിശോധനകളും എന്നിട്ട് അവർ കൊടുക്കുന്ന റിസൾട്ട് കേൾക്കണോ? നിങ്ങൾക്കുള്ള സഹിഷ്ണുതയും വിശ്വാസത്തെയും കുറിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ പ്രശംസിക്കുന്നു. ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പം ആക്ച്വലി Paul was proud of their endurance and faithfulness. എപ്പോഴാ? In all their persecution and hardship,
അവര് സഫർ ചെയ്യുന്ന എല്ലാ കഷ്ടതകളുടെ നടുവിലും അപ്പോസ്തലന്റെ കണ്ണ് പോയത് അവരുടെ കഷ്ടതകളിലേക്കും പെർസിക്യൂഷൻസിലേക്കും അല്ല, അതിന്റെ നടുവിൽ അവരിൽ നിന്ന് പുറപ്പെടുന്ന സഹിഷ്ണുതയും വിശ്വസ്തതയും ദൈവത്തിലുള്ള വിശ്വാസവും സഹോദര സ്നേഹത്തിലേക്കും കണ്ണുപോയിട്ട് പറയുകയാണ്, ഒന്ന്, ഞാൻ നന്ദി പറയുന്നു, ഞങ്ങൾ നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു, അത് ഉചിതമാണ്. രണ്ട്, ഞങ്ങൾ നിങ്ങളിൽ പ്രശംസിക്കുന്നു, we are proud of you. അത് മാത്രമല്ല, ഞങ്ങളത് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നു. എങ്ങനെ പങ്കുവെക്കുന്നു? ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ പ്രശംസിക്കുന്നു. അതെങ്ങനെ? നമ്മളെ നിമിത്തം നിങ്ങളുടെ സഹിഷ്ണുത, 4-ാം വാക്യം, സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഇന്ന് ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ, ഇന്നത്തെ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വേണ്ടതും എന്നാൽ ഇല്ലാത്തതുമായ ഒരു ക്വാളിറ്റിയാണ് ഇപ്പൊ അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ എന്തുകൊണ്ട് അതെ പലപ്പോഴും അവരുടെ പ്രയാസങ്ങൾ മറച്ചു വെക്കുന്ന അറിയാമോ? ഇന്ന് തെസ്സലോനിക്ക സഭ നേരിട്ട ആ ഒരു പ്രതിസന്ധി കേരളത്തിൽ നമുക്ക് കാണത്തില്ല, എന്നാൽ നേരിടുന്ന അനേകരുണ്ട്, അനേക സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ നാമും വ്യത്യസ്ത തലങ്ങളിൽ ജീവിതത്തിൽ ക്രിസ്തുയേശു നിമിത്തവും ഒക്കെ നാം പ്രയാസങ്ങൾ നേരിടുമ്പോൾ, അല്ല ദൈവം അനുവദിക്കുന്ന ജീവിത സാഹചര്യം നാം കടന്നു പോകുമ്പോൾ, ഇന്നത്തെ സഭകളിൽ എന്താ പ്രശ്നം എന്നറിയാമോ? എല്ലാവരും തിരിച്ചാ വിചാരിച്ചു വെച്ചേക്കുന്നത്. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയാ പോന്നെ, ഇങ്ങനെ ഒരു രോഗത്തിലൂടെയാ പോന്നെ, ഞങ്ങളുടെ വീട് ഇങ്ങനെ പ്രശ്നം നേരിടുന്നു എന്ന് സഭ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഞങ്ങൾ നിമിത്തം സഭ തല കുനിഞ്ഞു പോകും എന്നൊരു ചിന്ത സഭയിലേക്ക് കടന്നുകൂടി. അതുകൊണ്ട് എന്ത് സംഭവിച്ചറിയാമോ? അതുകൊണ്ട് സംഭവിച്ച എന്നാ ചോദിച്ചാൽ, പീപ്പിൾ ആർ അഷെയിംഡ് ഓഫ് ഷെയറിംഗ് ദെയർ സഫറിങ്സ്. ആൾക്കാർക്ക് അതൊരു വലിയ ലജ്ജയാണ്. അവര് ചിന്തിക്കുന്ന എന്നറിയാമോ? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ വില പോകും. പ്രാർത്ഥിക്കാത്തതുകൊണ്ടാ, ഉപവസിക്കാത്തതുകൊണ്ടാ, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ, ആ ചിന്തയിലേക്ക് ദൈവമക്കൾ ചുരുങ്ങി. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ താങ്കൾ ഇത് പറയുമ്പോൾ, അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ അപ്പോസ്തലൻ അങ്ങനെ ചെയ്തിരുന്നു. നമുക്ക് ലേഖനങ്ങളെല്ലാം വായിക്കുമ്പോൾ അറിയാം. കൊരിന്ത്യ ലേഖനങ്ങളിലും ചില എടുത്തിങ്ങനെ അക്ക വിട്ട് പറയുന്നുണ്ട് തന്റെ പ്രയാസങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഈ കാര്യം എടുത്തു പറയുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ് പല അവസരങ്ങളിൽ. ഈ കഴിഞ്ഞിടെ നല്ല ഞാൻ ഉദ്ദേശിച്ച് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോസ്തലന് ഇങ്ങനെ തന്നെയാണോ? അപ്പോസ്തലൻ ഈ പറയുന്ന പോലെ തന്നെയാണോ സ്വന്തം ജീവിതത്തിൽ ഒരു പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ വരുമ്പോ, പീഡനങ്ങൾ വരുമ്പം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, മരിക്കുമെന്നൊക്കെ തോന്നുമ്പം 4 പേരെ അറിയാതെ ഒതുക്കുന്ന ആളാണോ അപ്പോസ്തലൻ? അല്ലെന്ന് നമുക്കറിയാം, കാരണം ദൈവം വായിക്കാൻ പറയും. എങ്കിൽ അതിന് ഉദാഹരണമായ ഒരു ഭാഗം വായിക്കാം. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ 7-ാം വാക്യം, അല്ല 8-ാം വാക്യം, 2 Corinthians chapter 1 verse 8. അപ്പൊ 2 കൊരിന്ത്യർ 1-ാം അധ്യായം 8-ാം വാക്യം, സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അപ്പോസ്തലൻ പറയാം, സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ അറിയണമെന്നാണ് ഞങ്ങളുടെ മനസ്സ്. എന്നിട്ട് അപ്പോസ്തലൻ വളരെ എന്താ പറയണ്ടേ, ഒരു മറയും കൂടാതെ എന്താണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്, ഞങ്ങളുടെ വികാരങ്ങളിലൂടെ എന്ത് കടന്നുപോയി, ഞങ്ങളുടെ തിരിച്ചറിവിലേക്ക് എന്ത് വന്നു, ഞങ്ങൾ അത് എങ്ങനെയാണ് അതിന്റെ ആ കൺക്ലൂഷനിലേക്ക് വന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾ ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെട്ടു. അയ്യോ, ഇതൊരു ധീര മിഷണറിക്ക് പറയാൻ പറ്റുന്ന പ്രസ്താവിക്ക്, അതും ഏതും പോരാത്ത കൊരിന്ത്യ സഭയോട് അല്ലേ തന്നെ അപ്പോസ്തലന്റെ വാക്കുകൾ ഈ എഴുത്ത് ലേഖനങ്ങൾക്കേ ഉള്ളു വലിയ ഈ പഞ്ചൊക്കെ ഉള്ളത്. ഈ പുള്ളിയുടെ പ്രസംഗമൊന്നും അത്ര ശക്തിയല്ല. പുള്ളി ചിലപ്പോ യേശു പറയും, ചിലപ്പോ നോ പറയും. അതാണ് ഈ 2 കൊരിന്ത്യൻസിന്റെ പ്രത്യേകത. വരുമെന്ന് പറയും, അവിടെ പോയിട്ട് ഇങ്ങോട്ട് കയറാമെന്ന് പറയും, പിന്നെ കേറിയില്ല. പുള്ളിയുടെ ഏസാണോ നോയാണോ? അപ്പോസ്തലൻ അതിന് പറയുന്നുണ്ട്, ഞാൻ അതേന്ന് പറയുന്നതും അല്ലെന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി തുടങ്ങിയോ? അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പോസ്തലന് വളരെ ഡേഞ്ചറായ ഒരു കാര്യമാണ് ഇങ്ങനെ തുറന്ന പുസ്തകം പോലെ അവരുടെ മുന്നിൽ താൻ നേരിട്ട കഷ്ടങ്ങളെ പറഞ്ഞാൽ തന്റെ വില ഇടിയുമെന്നൊന്നുമുള്ള പേടി അപ്പോസ്തലന് ഇല്ല. അപ്പോസ്തലൻ പറയാ, എന്റെ ആഗ്രഹം കേൾക്കണോ സഹോദരന്മാരെ, ഏഷ്യയിൽ വെച്ച് അല്ലെങ്കിൽ ആസിയയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം
നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെട്ടു. അയ്യോ, അങ്ങനെയൊക്കെ നമുക്കുണ്ടായാൽ അയ്യോ, പിന്നെ നമുക്ക് ഇനിയും ദൈവവചനം പ്രസംഗിക്കാൻ പറ്റുമോ? ഇനിയും കത്ത് എഴുതാൻ പറ്റുമോ? ആരെങ്കിലും ബലപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ ആരെങ്കിലും ചോദിക്കോ, അയ്യോ റീന സിസ്റ്റർ ശക്തിക്ക്, അയ്യോ ഞാൻ പറയും ഞാനങ്ങനെ ഭാരപ്പെട്ടിട്ടില്ല, എനിക്കങ്ങനെ ഭാരമേ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഭാരം ഉണ്ടായാൽ നിങ്ങളോട് പറഞ്ഞാൽ എന്റെ വില പോവും. എനിക്കങ്ങനെ പേടിയില്ല. അതുകൊണ്ട് നിങ്ങളോടൊക്കെ പേഴ്സണലി സംസാരിക്കുമ്പോൾ ഞാൻ തുറന്നു പറയാറുണ്ട്, എനിക്ക് എന്താ ഫീൽ ചെയ്തേ, എനിക്ക് ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നേ, അല്ലെങ്കിൽ ദൈവസ്ഥലിൽ എങ്ങനെയാ ഞങ്ങൾ നെടുമ്പ, ഇതൊന്നും ഒരു പേടിയില്ലാത്തതെന്നറിയാവോ? കാരണം എന്നും ചോദിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ മക്കൾ തന്നെ സേവിക്കുന്നവർ അവർ പച്ചയായ മനുഷ്യരാണെന്നും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവർ ഏത് വഴിയിലൂടെ കടന്നു പോകുന്നു. അതേ സമയത്ത് തന്നെ അത് ദാവീദ് ബലമില്ലാത്രത്തോളം ഉറക്കെ കരഞ്ഞത് ബൈബിള് മറച്ചു വെക്കാൻ ഞാൻ എന്നറിയാമോ? ബലമില്ലാത്രത്തോളം ദാവീദ് എന്ന ധീരയോദ്ധാവ് നാളെ രാജാവായി സിംഹാസനത്തിലേക്ക് വരേണ്ടവൻ ദൈവത്തിന്റെ, അതായത് ദാവീദ് പുത്ര എന്ന് യേശുവിനെ വിളിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് നിൽക്കുന്ന ആൾ തീർന്നില്ല. മശിഹായുടെ അനേക പങ്കപ്പാടുകളെ പ്രവചിക്കേണ്ട ആ പ്രവചന സങ്കീർത്തനങ്ങൾ ഉള്ളിൽ വഹിക്കേണ്ട മനുഷ്യൻ നാണംകേടല്ലേ? ഇങ്ങനെ സകല ജനവും കാണ്ടി ഉറക്ക കരഞ്ഞാൽ എന്താണെന്നറിയാമോ? നാണംകേടല്ലാത്ത ഉറക്ക കരഞ്ഞിട്ട് അടുത്ത് ചെയ്തതാണ് അവിടുത്തെ പ്രാധാന്യം. കാരണം അടുത്ത് ചെയ്തത് തന്നെ ആ വാക്ക് കഴിഞ്ഞ ആഴ്ച പറയാൻ മറന്നുപോയി. ദാവീദോ ബലമില്ലാത്രത്തോളം ഉറക്ക കരഞ്ഞു. അടുത്ത വാക്ക്, എങ്കിലും തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പക്ഷെ ഇന്ന് പലരുടെയും പ്രശ്നം അറിയാമോ? ഉറക്ക കരയത്തില്ലായിരിക്കാം, ആൾക്കാരുടെ മുമ്പിൽ ഭയങ്കര ശക്തിയാണെന്ന് കാണിക്കും, പക്ഷെ ദൈവത്തിൽ ധൈര്യപ്പെടാൻ അറിയത്തില്ല. ദൈവത്തിൽ ധൈര്യപ്പെടാൻ അറിയത്തില്ല. ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെടാൻ മാത്രമല്ല പൗലോസിന് അറിയാവുന്നേ. അതേ ശക്തിക്ക് മീതെ ഭാരപ്പെട്ടാൽ അതിന്റെ സമയം കഴിയുമ്പോൾ ദൈവം അയക്കുന്ന ആശ്വാസത്തെ സ്വീകരിക്കാനും അറിയാം. ആ ആശ്വാസം കൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളുടെ ഇതേ അധ്യായത്തിൽ അത് പറയുന്നത്, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആശ്വാസം കൊണ്ട് കഷ്ടം അനുഭവിക്കുന്ന ഏതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പാൻ ഞങ്ങൾ പ്രാപ്തരാകും. നമ്മൾ ചോദിക്കും, വൈ ലോർഡ്, വൈ മീ? എന്തുകൊണ്ട് എന്നെ, എന്തുകൊണ്ട് ഇത്? ചോദ്യം ഉണ്ട്, ഉത്തരം കേൾക്കണോ? എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആശ്വാസം സ്വീകരിച്ചിട്ട് ആ ആശ്വാസം കൊണ്ട് ഏതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ നമുക്ക് പ്രാപ്തി ലഭിക്കത്തുള്ളൂ. അതൊരു തിയറി പോലെ, എസ്സേ പോലെ എഴുതി കൈ വെച്ചിട്ട് ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയണം, ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറയണം, ആ സിസ്റ്ററിനെ കാണുമ്പോൾ, ബ്രദറിനെ കാണുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ പറയും കർത്താവിനെ കുറിച്ച് 3-4 വാക്യങ്ങളൊക്കെ മനസ്സിൽ കേന്ദ്രീകരിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനമായിട്ട് ഇത് പറയണം, അപ്പൊ ഒരു ബലപ്പെടും. പിന്നെ കൺക്ലൂഷനായിട്ട് ഇത് പറയണം, അപ്പൊ ഒരു കുറച്ചുകൂടെ നടക്കത്തില്ല. അതൊന്നും നടക്കത്തില്ല. അതൊക്കെ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നടക്കും. അതിനകത്തും ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാനായിരിക്കണം. പക്ഷേ ഒരാളുടെ അടുത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ആ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്ന് നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ച് നിറഞ്ഞ് നദി പോലെ കവിഞ്ഞൊഴുകുന്ന സമാധാനം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ഫ്ലേവർ ഇങ്ങനെ ഒഴുകി വരുന്ന തന്റെ ശുശ്രൂഷകരായി ദൈവം നമ്മളെ ഉപയോഗിക്കും. അതിനൊരു കുറുക്കു വഴിയില്ല, അതിന് ഒരു ഷോർട്ട് കട്ടുമില്ല. ദൈവവചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ 2 ചിറകുകളാ. പക്ഷേ അതിന്റെ അർത്ഥം ദൈവവചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നാം ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം ഈ അവസ്ഥയെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ഏതവസ്ഥയാന്ന് ചോദിച്ചാൽ, ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അപ്പോസ്തലൻ ഞങ്ങൾ എത്തിയെന്ന് പറയാം. എന്നിട്ട് പറയണം, അതെ ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ജീവിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ജീവിക്കുമെന്നല്ല, ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഉള്ളിൽ നിർണയിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അറിയാമല്ലോ. നിർണയിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു, അതൊരു ദൃഢനിശ്ചയം ആണ്. തീർത്തും ആ നിർണയത്തിലേക്ക് വന്നു. കാരണം വലിയൊരു പ്രതിസന്ധി അവർ നേരിടുന്നത്. എന്നിട്ട് 10-ാം വാക്യം, ഇത്ര ഭയങ്കര
മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കും. എന്നിട്ട് കേട്ടോണേ, അടുത്ത വാക്ക് വളരെ സിമ്പിൾ വേർഡാണ്. പക്ഷെ അത് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച് സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞ വാക്കുമായി വളരെയധികം ബന്ധമുള്ള വാക്യമാണ്. എന്നിട്ട് പറയുകയാണ്, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അടുത്ത വാക്ക്, അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. തെസ്സലോനിക്ക സഭയുടെ നിമിത്തം അപ്പോസ്തലനായ പൗലോസും കൂട്ടാളികളായ സില്ലാനോസും അല്ലെങ്കിൽ ശീലാസും തിമത്തിയോസും ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. അനേക ദൈവസഭകൾ നന്ദി പറയുന്നു. ദൈവസഭകൾ പ്രശംസനീയമായി മാറി. എന്താണ് ഇത്ര പ്രശംസനീയമായി മാറിയത്? അയ്യോ, തെസ്സലോനിക്ക സഭയെ ഓർത്ത് നിങ്ങളിങ്ങനെ രാപ്പകൽ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, അവരെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, അവരെ ഓർത്ത് ഞങ്ങൾ പ്രശംസിക്കുന്നു പറയാൻ അവിടെ എന്താ ഇത്ര വലിയ കാര്യം? അവിടെ ആർക്കെങ്കിലും അതെ അത്ര വലിയ പ്രൊമോഷൻ കിട്ടിയോ? അവിടെ ആർക്കെങ്കിലും അവിടെ ആരെങ്കിലും കോടീശ്വരന്മാരായോ? അവിടെ ആരെങ്കിലും അതെ ലോകപ്രകാരം അറിയപ്പെടുന്ന വല്ല പ്രശസ്തരായി മാറിയോ? അവിടെ സഭയ്ക്കെല്ലാം സമാധാനം ഉണ്ടായോ? അവിടെ അവരുടെ പ്രാദേശികമായ എതിരാളികളെല്ലാം കൊല്ലപ്പെട്ടോ? അവരുടെ പീഡനങ്ങളെല്ലാം അവസാനിച്ചോ? അതാണോ നിങ്ങൾ ഇത്ര സ്തോത്രം പറയുന്നേ? ആ ചോദ്യം ചോദിച്ചാൽ അവര് പറയും സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷെ തെസ്സലോനിക്ക സഭയ്ക്ക് നല്ല മാറ്റമുണ്ട്. പ്രാദേശികമായി പീഡനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. പക്ഷെ പ്രാദേശിക സഭ മക്കെദോനിയ പ്രദേശത്തെ പ്രാദേശിക സഭയായ തെസ്സലോനിക്ക സഭയ്ക്കകത്ത് തഴച്ചു വളരുന്ന വിശ്വാസവും വർദ്ധിച്ചു വരുന്ന സ്നേഹവും ഇളകാത്ത വിശ്വാസവും എൻഡ്യൂറൻസ് സഹിഷ്ണുതയും ഉളവായെന്നുള്ളത് കപട വർത്തമാനമല്ല. അത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്ന വർത്താനമല്ല. പുറത്ത് പീഡനമാണ്, ഞങ്ങൾക്ക് ഭയങ്കര സഹിഷ്ണുതയാണ് അവർ സ്വയം അവകാശപ്പെടുമല്ല. അത് ദൈവശക്തിയായി മറ്റ് സഭകളിലേക്ക് വ്യാപരിച്ചു. അത് ലീഡേഴ്സിന് ശക്തിയായി തീർന്നു. അത് ശുശ്രൂഷകർക്ക് ബലമായി തീർന്നു. നാം ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? അയ്യോ എന്റെ ദൈവമേ, എനിക്ക് ഉണ്ടായ ഈ പ്രയാസം ഒരു മനുഷ്യരറിയല്ലേ. കാരണം നമ്മുടെ ചിന്ത എന്നെ ചോദിച്ചാൽ ഉടനെ അതാ നമ്മുടെ കുറ്റവുമല്ല. ഞാൻ അതിനകത്ത് വിശ്വാസത്തിലെ കുറ്റം പറയത്തില്ല. കാരണം അറിയോ, യഥാർത്ഥമായും തെസ്സലോനിക്ക സഭ പോലെയും അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ച സഭ പോലെയും ഒക്കെയുള്ള സഭകള് അല്ലെങ്കിൽ ആ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ലീഡേഴ്സും ഞങ്ങളൊരു മഹാന്മാർ, ഞങ്ങൾ ഏതാണ്ട് വലിയവരെന്ന് പറയുന്നിടത്തൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ ചോദിച്ചാൽ ചിലപ്പം കേൾക്കുകയൊന്ന് പ്രാർത്ഥിച്ചെന്നിരിക്കും. ദൈവമേ, അവരുടെ പ്രയാസവരെ വിടുവിക്കണേ കർത്താവരൊക്കെ മാറി വീട്ടിൽ വന്നാൽ ഉടനെ പറയും എപ്പം നോക്കിയാലും ഇതൊക്കെ തന്നെ. അവരുടെ മാറി നിന്ന് പുറകിൽ നിന്ന് കുത്തുന്ന തന്റെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളായി വേദനകളായി നിരാശയായി അത്യന്ത ഭാരമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത സഭയെ പറഞ്ഞിട്ട് കാര്യവുമില്ല. പറയാതിരിക്കുമെന്നല്ലേ. അത് ഗുണത്തിന് പകരം ദോഷമേ ചെയ്യത്തുള്ളൂ. പക്ഷെ അല്ല പൗലോസും ശീലാസും തിമത്തിയോസും പോലുള്ള നേതൃത്വമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അതെ അതുപോലുള്ള സ്നേഹിക്കുന്ന സഹോദരങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, പിൻപിൽ നിന്ന് കുത്തത്തിലെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അത് നിങ്ങളെ തരം താഴ്ത്തത്തിൽ ഉറപ്പുണ്ടെങ്കിൽ, വാസ്തവമായും നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ ജാഗരിക്കും. അത് അവരുടെ വിഷയമായി അവർ ഏറ്റെടുക്കും. മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങളിൽ പീഡകളിൽ പ്രതിസന്ധികളിൽ നാം പുറപ്പെടുവിക്കുന്ന പീഡകൾ മാറുന്നതല്ല പ്രശംസനീയം, കഷ്ടത മാറുന്നതല്ല സ്തോത്രം ചെയ്യാനുള്ള കാരണം. കഷ്ടതയുടെ നടുവിൽ പീഡകളുടെ നടുവിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിലുള്ള വിശ്വാസവും സഹോദര സ്നേഹവും സഹിഷ്ണുതയും തിരിച്ചറിയുന്ന വിവേകമുള്ള സഭയാണെങ്കിൽ ഒന്നും മറച്ചു വെക്കല്ലേ. തുറന്നു പറയണം. ഞാൻ ഒന്നും മറച്ചു വെക്കലെന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. പ്രൈവറ്റ് ആയിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം എന്തിനാണെന്നറിയാമോ? ഈ
ദൈവം ആഗ്രഹിക്കുന്നേ. അതാ നാം 11-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ ഇത്രയും ഞാൻ ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? അപ്പോസ്തലൻ അതിന്റെ റിസൾട്ട് പറയുന്നത് കേട്ടോ. ഒന്ന്, ഞങ്ങൾക്ക് പേഴ്സണലി ഉണ്ടായ ഗുണം എന്നാന്ന് കേൾക്കണം. അപ്പോസ്തലൻ പറയാം, പേഴ്സണലി ഉണ്ടായ ഗുണം എന്നാ ചോദിച്ചാൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇതെല്ലാം കാരണമായി. ഒരു കംപ്ലീറ്റ് ട്രസ്റ്റിലേക്ക് നമ്മൾ പറയത്തില്ല, അള്ളിപ്പിടിച്ചു, കയറി പിടിച്ചു. വേറൊരു ഓപ്ഷനും ഇല്ല. ദൈവത്തെ സമ്പൂർണമായി ആശ്രയിക്കുന്ന ആ ഒരു നല്ല അനുഭവത്തിലേക്ക് ഈ കഷ്ടതകൾ ഞങ്ങളെ നയിച്ചു. അങ്ങനെ നയിച്ചിട്ടുണ്ടോ നമ്മളെ? എല്ലാ പേരും മറത്തുവിട്ടിട്ട് ദൈവം തന്നെ ഇതിന് ഉത്തരം അല്ലട്ടെ, മരണമായാലും ജീവനായാലും ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണമായ ഒരു ആശ്രയത്തിന്റെ അനുഭവത്തിലേക്ക് അപ്പോസ്തലൻ നയിക്കപ്പെട്ടു. 2, അപ്പോസ്തലൻ പറയേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചുകൊണ്ട് പറയുന്നു, ദൈവം വിടുവിക്കാൻ ശക്തനാ, വിടുവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ആ എന്താണ് വല്ലഭത്വത്തിൽ വിശ്വസിപ്പാൻ അത് കാരണമായി. 3, അതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയമായി ഏറെ കണക്റ്റഡ് ആയിരിക്കുന്നത്. 3, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഈ പ്രാർത്ഥനയിൽ തുണയ്ക്കുന്ന നിങ്ങളോട് ഈ ജീവിത അനുഭവം പങ്കുവെക്കുമ്പോൾ അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ ഈ കൃപയ്ക്ക് വേണ്ടി ഒത്തിരി പേര് ഞങ്ങൾ നിമിത്തം ദൈവത്തിന് നന്ദി പറയാനിടയായിട്ടുണ്ട്. അതിന് നമ്മൾ ഇത്ര വലിയ കാര്യമായിട്ട് കാണുന്ന പോലും ഇല്ലല്ലോ നന്ദി പറയുന്നതാണ്. അപ്പോഴല്ലേ ഇതിന് പ്രാധാന്യം ഉണ്ടാകത്തു. ദൈവത്തിന് നന്ദി പറയാൻ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് തീരാത്ത വിഷയങ്ങൾ കിടക്കുകയല്ലേ. അപ്പോഴാണോ പീഡകളുടെ നടുവിൽ ഒരാൾ ഉറച്ചു നിന്നു, അറിഞ്ഞോ പാസ്റ്ററെ, അറിഞ്ഞോ, അല്ലെങ്കിൽ സഹോദരൻ അറിഞ്ഞോ, നമ്മുടെ ആ സഹോദരനെ നോയിക്കേ, ആ കുടുംബത്തെ നോയിക്കേ, അവരുടെ സഹിഷ്ണുത കണ്ടോ എന്നിവിടെ ആര് മൈൻഡ് ചെയ്യുന്നു? ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. നമ്മളൊക്കെ എന്താ കേൾക്കാൻ? നമ്മളല്ല, പൊതുവെ ആൾക്കാർ എന്താ കേൾക്കാൻ ആഗ്രഹം? അറിഞ്ഞോ പാസ്റ്ററെ, വിഷയം വെച്ച് എഴുതി വെച്ച് പിടിച്ചു വെച്ച് കർത്താവിനെ അള്ളിപ്പിടിച്ച് ഇറക്കി കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു, അവർക്ക് പിള്ളേരെ കിട്ടി, അവർക്ക് വീട് കിട്ടി, അവരുടെ കടം മാറി, ഓ സ്വോത്രം സ്വോത്രം, എല്ലാവരും സ്വോത്രം ചെയ്താട്ട്. അതിനിടയ്ക്ക് പിന്നെ സഹിഷ്ണുതയ്ക്ക് എന്തോ വാല്യൂ? സഹിഷ്ണുത കാണിക്കുന്നവനെ, ആ വാക്യത്തിലേക്ക് ഞാൻ വരുന്നത്, യാക്കോബ് എഴുതിയ ലേഖനത്തിൽ സഹിഷ്ണുത കാണിക്കുന്നവനെ ബ്ലെസ്ഡ്, ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെടുന്ന വായിച്ചു. ഇന്നത്തെ പെന്തക്കോസ്തുകാരോ സഹിഷ്ണുത കാണിക്കുന്നവനെ ഭോഷൻ എന്ന് പാടും. അത്രയ്ക്ക് വ്യത്യാസം വന്നു. ആത്മീയത അത്രത്തോളം താണു. വിശ്വാസത്തിന്റെ കൂടെ ചേർത്ത് വെക്കുന്ന ഒരു പദം പോലും അല്ലാതായി പോയി സഹിഷ്ണുത. വിശ്വാസം എന്നതോ നേടുന്ന ഒരു ഘടകമായി മാറി. സഹിഷ്ണുത എന്നതോ നഷ്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. വലിയ പാടാ ദൈവമക്കളെ, ജീവിക്കുവാൻ നമുക്ക് വലിയ പാടാ. പക്ഷെ ഈ പാടുള്ള ജീവിതത്തിൽ പങ്കപ്പാടുകളെ വഹിച്ച നമ്മുടെ കർത്താവ് നമുക്ക് കൂട്ടാളിയായിട്ടുണ്ട്. സഹിഷ്ണുത കാണിക്കുന്നവനെ പോഷൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് തരുന്നേ. വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവിനെ വിട്ടില്ല, നിന്നെ വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല, അയ്യോ ഇല്ല, മല്ല് പിടിച്ചു, യുദ്ധം ചെയ്തു. അങ്ങനെ ഒടുവിൽ അപ്പത്തേക്ക് സഭയിലേക്ക് എല്ലാരും പറയും സ്തോത്രം ചെയ്യാം, സ്തോത്രം, എല്ലാരും സ്തോത്രം ചെയ്യാം. അപ്പോഴാണ് അവിടെ ആരിയ്ക്കുക? സാഹചര്യങ്ങൾ മാറാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, വിശ്വാസത്തിൽ ചുവടുറപ്പിച്ചു വെച്ചേക്കുന്ന, ഉള്ളിൽ അന്ന് രാത്രിയിലും ദൈവത്തോട് കരഞ്ഞു പറഞ്ഞിട്ട് വന്നു, എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും, ഈ കഷ്ടങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും, ജീവിതത്തിൽ ഇനി എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും നീ എന്റെ ദൈവമാ, ഞാൻ എന്റെ സഹോദരങ്ങളെ സ്നേഹിക്കും, എനിക്കുള്ളതൊക്കെയും അന്ത്യം വരെ നിനക്ക് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുന്നു പറഞ്ഞവൻ അവിടെ ഭോഷനായി. ആരവിടെ മിടുക്കനായി? പ്രാർത്ഥിച്ച് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവന്നവൻ, ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും കരഞ്ഞതും എല്ലാം ഇതിനു വേണ്ടി തന്റെ ആഗ്രഹങ്ങളെ നിവർത്തിപ്പാൻ ദൈവത്തെ ഉപയോഗിക്കുന്ന മിടുക്കനാകുന്ന ഇന്നത്തെ കപട ആത്മീയതയുടെ നടുവിൽ പരിശുദ്ധ ആത്മാവ് നമ്മുടെ അന്തരംഗങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ്. ഉണർന്ന് ദൈവത്തിന്റെ ഹിതത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുക. ഉറങ്ങിപ്പോകുന്നവരത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഉറങ്ങിപ്പോന്ന് മരിച്ചവഴിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു അനാത്മീയരുടെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഉണർന്നിരിക്കുന്നവന്, സുബോധമുള്ളവന് മനസ്സിലാകും സഹിഷ്ണുതയുടെ വാല്യൂ എന്താണ്. വിവേകമുള്ളവന് മനസ്സിലാകും വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എന്താ എബ്രായർ 10 പറയുന്ന? എന്താ പറയാൻ കാര്യം? വരുവാനുള്ളവൻ വേഗം വരും, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം ചോദ്യം, ഈ വേഗം പറഞ്ഞിട്ട്
വേഗത്തിൽ വരുന്നില്ലല്ലോ. അപ്പോൾ മറുപടി, ഈ വേഗത്തിൽ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോ ദൈവം തന്റെ സമയത്ത് നിങ്ങളിൽ നിന്നൊരു ക്വാളിറ്റി പുറപ്പെടണം. വിശ്വാസത്തിൽ ആരംഭിച്ച നിങ്ങൾ ക്രമേണ ദീർഘക്ഷമയിലേക്ക് പോകും. ദീർഘക്ഷമ ഒരു സഹിഷ്ണുത എന്ന ക്വാളിറ്റിയിലേക്ക് പോകും. കഷ്ടത, സഹിഷ്ണുത, സിദ്ധതയും ഒരു ഡിവൈൻ ക്യാരക്ടർ. അപ്പൊ മനസ്സിലായല്ലോ ഈ സ്തോത്രം ചെയ്യാൻ കാരണമായത് എന്തുവാ? തെസ്സലോനിക്ക ചർച്ചിന് ഡിവൈൻ ക്യാരക്ടർ ഉണ്ടായി. നമ്മുടെ ചർച്ചിൽ സ്തോത്രം ചെയ്യാൻ നമുക്ക് വകയുണ്ടല്ലേ? ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഞങ്ങള് ഒത്തിരി രാത്രികളിൽ അതെ തമ്മിൽ വീണ്ടും വഴി യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ എപ്പോഴും നന്ദി പറയും. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഡിവൈൻ ക്യാരക്ടർ കാണുമ്പോൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോഴും അവർക്ക് വീടിനായി അവര് കാംക്ഷിക്കുന്നുണ്ട്. അപ്പോഴും അവരുടെ ഉപജീവനങ്ങൾക്കായി അവർക്ക് അനവധി വിഷയങ്ങൾ മുമ്പിലുണ്ട്. അപ്പോഴും അവർ പല വിഷയങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ശുശ്രൂഷയോട് ചോദിച്ചാൽ അവര് പറയും അതൊന്നും നിങ്ങളെ ഡിവാലുവേറ്റ് ചെയ്യത്തില്ല, അതൊന്നും നമ്മളെ ഡിവാലുവേറ്റ് ചെയ്യത്തില്ല, നമ്മുടെ വില തരം താഴ്ത്തത്തില്ല. ദൈവം ഒറ്റ കാര്യമാണ് നോക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളൊന്നും ടിക്ക് ചെയ്യാറായിട്ടില്ല, പക്ഷേ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യ സ്വഭാവം അതൊരു ഫ്ലേവർ ആണ്. ആ ഫേവർ തന്ന ദൈവം ആനന്ദിച്ചാക്കുകയും സഭ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും. എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥിച്ച എല്ലാവരും ഒരേ തരത്തിൽ പറയും, അവർ പുറപ്പെടുവിക്കുന്ന എൻഡ്യൂറൻസിനായി, സഹിഷ്ണുതയ്ക്കായി, സഹോദര സ്നേഹത്തിനായി. ദൈവമേ അങ്ങേക്ക് നന്ദി. ഈ നന്ദിയാണ് അപ്പോസ്തലന്മാർ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കണ്ടത്. പക്ഷെ അത് മാഞ്ഞുപോയി. ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ മാഞ്ഞു പോകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. നമ്മുടെ ഇടയിൽ നമ്മുടെ ഓരോ ദൈവമക്കളും അറിഞ്ഞിരിക്കണം, അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല അവർക്ക് വിലയിടുന്നത്, പ്രശ്നങ്ങളുടെ നടുവിൽ അവർ പുറപ്പെടുവിക്കുന്ന ദിവ്യ സ്വഭാവമാണ് അവർക്ക് വിലയിടുന്നത്. ഞാൻ ഈ ഭാഗം രണ്ടു കൂട്ടർ എടുത്തത് തിരിച്ച് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരാം. ഇതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാകട്ടെ. പിന്നെ ഞാനും പേടിക്കത്തൊന്നുമില്ല. ഞാൻ പേടിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞേ. ഈ വിഷയം പറയാൻ പേടിക്കത്തില്ല. ഞാൻ പേടിച്ചെന്ന് പറയാൻ ഞാൻ പേടിക്കത്തില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഞാൻ പേടിച്ചു പോയി. ദൈവം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി. ഞാൻ പറയും എനിക്കൊരു പേടിയില്ലെന്ന് പറയാൻ. കാരണം അത് കുറച്ചുള്ള വില എനിക്ക് അങ്ങനെ എന്റെ ധൈര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ വിലയിടണ്ടെന്നേ. എന്റെ മസിൽ പവർ കണ്ടിട്ട് എനിക്കാരും വില തരണ്ടെന്നേ. മറിച്ച് ദൈവം നടത്തുന്ന വഴികളിൽ ദൈവത്തോട് അനുസരണം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. പരസ്പരം നമ്മൾ അതാ നോക്കണ്ടേ. ഇവർക്ക് ദൈവത്തോട് അനുസരണം ഉണ്ടോ? ദൈവം പറഞ്ഞ ഇവരനുസരിക്കുമോ? കാലങ്ങളെ നീട്ടിയാൽ സഹിക്കുമോ? അതോ വിശ്വാസം എന്നത് ഇടിച്ചപ്പോൾ ഇറക്കിക്കൊണ്ടിരുന്നതാണോ? അതോ അതിനകത്തൊരു കാത്തിരിപ്പുണ്ടെന്നും സഹിഷ്ണുതയുണ്ടെന്നും കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പുതിയ നിയമത്തിൽ പറയുന്ന വാഗ്ദത്തം. ആ വാഗ്ദത്തം ലഭിച്ചവർക്ക് രണ്ട് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. വിശ്വാസത്താലും ദീർഘക്ഷമയാലും സഹിഷ്ണുതയും കൂടിച്ചേരണം. അതാണ് ഇവിടെ പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു കാര്യവും അവരുടെ ലീഡേഴ്സിനോട് ഒരു മറച്ചു വെച്ചില്ല. വെറാസിറ്റീസ് അത് തുറന്നു കാട്ടി. അവരുടെ ലീഡേഴ്സ് അവരെ ധൈര്യപ്പെടുത്തുക. അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം ദൈവമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ കത്ത് വരുന്നു. ഞങ്ങളെ ഓർത്ത് എല്ലാ സഭകളിലും പ്രശംസിക്കുവാണ്. നമ്മൾ പ്രശംസനീയമായ ഒരു ഘടകമായി, ഒരു സഭയായി നിലകൊള്ളുവാണെന്ന്. അതിന്റെ ക്വാളിറ്റി ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ട് വാക്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഓൾറെഡി ഞാൻ എടുക്കാതെ നിങ്ങളോട് പറഞ്ഞു. If we are producing endurance and faithfulness in the midst of our sufferings, നമ്മുടെ കഷ്ടങ്ങളുടെ ശോധനകളുടെ നടുവിൽ നമ്മൾ സഹിഷ്ണുതയും വിശ്വസ്തതയും പുറപ്പെടുവിക്കുകയാണെങ്കിൽ നമ്മളോട് തന്നെ പറയണം, I am blessed. ചർച്ച് പറയണം, we are blessed. മാത്രമല്ല കേട്ടണം, we will be an example for others. മാത്രമല്ല, others will be proud of us. ഇത് ആരെയും ഈ കാലഘട്ടം നമുക്ക് അനുകൂലമല്ല. പക്ഷെ ദൈവവചനം സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. അതിന് മാറ്റമില്ല. ദൈവം നമ്മെ കുറിച്ച് ഇത് ആഗ്രഹിക്കുന്നു. ഒരു വാക്യം ഞാൻ അവിടെ പറഞ്ഞു. യാക്കോബ് എഴുതിയ
ലേഖനത്തിൽ 5-ാം അധ്യായത്തില് അവിടെ എടുത്തു പറയുന്ന വാക്ക് ഞാൻ ഓൾറെഡി പങ്കുവെച്ചപ്പോ അങ്ങ് പറഞ്ഞെങ്കിലും ഒന്ന് നമ്മളെ ഒരു കൺഫർമേഷന് വേണ്ടി ഒന്ന് വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അവിടെ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അതിന്റെ 11-ാം വാക്യത്തില്, ജെയിംസ് ചാപ്റ്റർ 5:11, സഹിഷ്ണുത. അതിന്റെ 10-ാം വാക്യം, 5:10 തൊട്ട്, സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചോളി. അവര് നിങ്ങളൊരു മോഡലായി, റോൾ മോഡലായിട്ട് വെക്കണം. എന്തുവാ? കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും നിങ്ങൾ ദൃഷ്ടാന്തമായി കരുതിക്കൊള്ളണം, വിചാരിച്ചോളി. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. അപ്പം ഇവിടെ സെയിം കോണ്ടെക്സ്റ്റ് ആണ്. ഇവിടെ തെസ്സലോനിക്ക സഭ സഹിഷ്ണുത കാണിച്ചു. അപ്പോസ്തലൻ പറയുന്നു, വി ആർ പ്രൗഡ് ഓഫ് യു. ഞങ്ങൾ എല്ലാ ചർച്ചിലും, ഞാൻ ഇവിടെ പറയാതെ എത്തിക്കാന്ന്, എല്ലാ ചർച്ചിലും ദൈവസഭകളിലെല്ലാം ഞങ്ങൾ ഈ വാർത്ത എത്തിച്ചു. എല്ലാരും പ്രശംസിക്കുക നിങ്ങളെ ഓർത്ത്. എന്നിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരാളുടെ പേര് യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലും ഉള്ളവനല്ല. അപ്പൊ യോബിന്റെ ഇതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ കണക്ട് ചെയ്യുന്നത്. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. യോബിന് കൊടുത്ത അന്തം എങ്ങനാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവ വിഷയത്തിൽ സമാപനം വരുത്തിയത് നിങ്ങൾക്കറിയാം. പുതിയ നിയമസഭ എടുക്കേണ്ട സന്ദേശം എന്ന് ചോദിച്ചാൽ, 500 ഒട്ടകം ഇവിടെ നഷ്ടപ്പെട്ടാൽ 1000 ഒട്ടകം കിട്ടുമെന്നുള്ളതല്ല പുതിയ നിയമസഭയ്ക്കുള്ള ദൂത്. 1000 പേർക്കാൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ 2000 3000 നഷ്ടപ്പെട്ടാൽ 6000 എന്നുള്ളതല്ല പുതിയ നിയമസഭയ്ക്കുള്ള ദൂത്. തെസ്സലോനിക്ക ലേഖനത്തിൽ അതിൽ വ്യക്തമായി ഈ സഹിഷ്ണുതയുടെ അനന്തരമായ ഫലവും പ്രതിഫലവും എന്തെന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ യോബിന്റെ സഹിഷ്ണുത നമ്മളുടെ മാതൃകയാകണം. ദൈവനാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരുടെ കഷ്ടാനുഭവവും ദീർഘക്ഷമയും നമ്മൾ മാതൃകയാക്കണം. എന്നിട്ട് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ഞാൻ എബ്രായർ 10 എടുക്കണ്ട, 36, 39 ഓൾറെഡി ഞാൻ പറഞ്ഞു എൻഡ്യൂറൻസിനെ കുറിച്ച്. ഇനിയും ഈ ചില വാക്യങ്ങളൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ നിർത്താം. അടുത്ത തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, എന്താണ് നമുക്ക് വരുത്തുന്ന അന്തം? യോബിന്റെ സഹിഷ്ണുതയ്ക്ക് ദൈവം വരുത്തിയ അന്തം. നമ്മൾ പുതിയ നിയമസഭ ക്രിസ്തുവിന്റെ മണവാട്ടിക്കുള്ള അന്തം എന്തുവാ? ക്രിസ്തുവിന്റെ മണവാട്ടിക്കുള്ള അവസാനം എന്തുവാ? അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിക്കുള്ള ആദരവ് എന്തുവാ? അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം കേട്ടോണം. 5-ാം വാക്യം, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. 5-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ന്യൂ വേർഷൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ ഏതൊരു ദൈവരാജ്യത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു, ആ രാജ്യം നിങ്ങൾക്ക് അവകാശമായി തീരും. ഒന്നുകൂടെ നമ്മുടെ വേർഷൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന വെച്ചാൽ കാരണമായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. നിങ്ങൾ ഏതൊരു ദൈവരാജ്യത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നോ, ആ രാജ്യം നിങ്ങൾക്ക് അവകാശമായി തീരും. എന്നിട്ട് നമ്മുടെ ഒറ്റ വാക്യമായിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. ഞാൻ വായിക്കാം. ദൈവത്തിന്റെ നീതിയുക്തമായ ന്യായവിധിക്ക് ഇത് വ്യക്തമായ തെളിവാണ്. ദൈവം നീതിമാനാണ്.
എന്താ നിങ്ങൾ ഈ കഷ്ടം എന്തിനാ അനുഭവിക്കുന്നത്? നിങ്ങള് കൊലപാതകം ചെയ്തിട്ടാണോ? വ്യഭിചാരം ചെയ്തിട്ടാണോ? അയൽവക്കക്കാരെ പിടിച്ചു പറിച്ചിട്ടാണോ? നിങ്ങൾ രാജ്യത്തിന് ലഹള വരുത്തിയിട്ടാണോ? നിങ്ങൾ രാജാവിനോ ചക്രവർത്തിക്കെതിരെ തിരിച്ചിട്ടാണോ? ഉത്തരം പറയാം. ദൈവരാജ്യത്തിന്റെ ഏതൊരു ദൈവരാജ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നോ ആ രാജ്യം നിങ്ങൾക്ക് അവകാശമായി തീരും. എന്താ? ദൈവത്തിന്റെ നീതിയുക്തമായ ന്യായവിധിക്ക് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക്, ദൈവത്തിന്റെ നീതി നിറഞ്ഞ, എങ്ങനെ യുക്തി കൊണ്ട് ചിന്തിച്ചാലും ഒരണുവിട പോലും അളവിൽ തെറ്റാത്ത ദൈവത്തിന്റെ നീതിപൂർവമായ ന്യായവിധിക്കിത് വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. ഇതാണ് പുതിയ സഭയ്ക്ക് വരുന്ന അർത്ഥം. എന്നിട്ട് എന്താണ് ആ നീതിയുള്ള ന്യായവിധി? 6-ാം വാക്യം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവ സന്നിധിയിൽ നീതിയല്ലോ. എന്താണ് ദൈവത്തിന്റെ നീതിപൂർവമായ ന്യായവിധി? എന്താണ് ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരുടെ അതെ അവർക്ക് ലഭിക്കാൻ പോകുന്ന അവകാശം? എവിടെയാണ് നമ്മുടെ കഷ്ടങ്ങളെ നികത്തുന്നതും നമ്മുടെ നഷ്ടങ്ങളെ നികത്തുന്നതും നമുക്ക് നഷ്ടപ്പെട്ടതിനെ 100 മടങ്ങായി തരുന്നതും? എവിടെയാണ് സമാപനം? എവിടെയാണ് ആ പ്രതിഫലം? എവിടെയാണ് ആദരവ്? എങ്ങനെയാണ് ദൈവം നീതിപൂർവമായ ഒരു ന്യായവിധി നടത്തുന്നത്? ഇത് തെസ്സലോനിക്ക സഭയിലേക്ക് ഈ സന്ദേശം കൈമാറുകയാണ്. Are you sure that you are suffering for the kingdom of God? Thessalonican church was well confident that they were suffering because of the kingdom of God. ഈ കാര്യം ഉറപ്പുവരുത്തണം. നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവരാജ്യം നിമിത്തമാണെങ്കിൽ കേട്ടോണം, അതിന്റെ പ്രതിഫലം ഏത് രാജ്യത്തിനു വേണ്ടി നമ്മൾ കഷ്ടം അനുഭവിക്കുന്നോ ആ രാജ്യം നമുക്ക് അവകാശമായി ലഭിക്കും. There is a purpose in all our suffering. God uses this suffering for worthy of the kingdom of God. ഈ കഷ്ടാനുഭവങ്ങളിലൂടെ നമ്മളിലേക്ക് കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും. എന്താ സിദ്ധത എന്നറിയാലോ? എ ഡിവൈൻ ക്യാരക്ടർ. സിദ്ധത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകമായ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ ക്യാരക്ടർ എന്ന് പറയുന്നതാണ് സിദ്ധത. ആ സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇതെന്തിനു വേണ്ടിയാണെന്നറിയോ? പ്രത്യാശ. ആ പ്രത്യാശക്കകത്താണ് ഈ വാഗ്ദാനത്തിന്റെ കാത്തിരിപ്പ് ഇരിക്കുന്നത്. അപ്പൊ കഷ്ടതയ്ക്ക് എടുത്തു കളയാൻ പറ്റാത്ത പ്രത്യാശയാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യാശ. അതുകൊണ്ട് തന്നെയാണ് ദൈവം അത് അനുവദിക്കുന്നത്. എന്നാൽ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല കഷ്ടത അനുവദിക്കുന്നേ. കഷ്ടതയിലൂടെ എന്ത് അനുവദിക്കുകയാണ്? ഈ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക്, സഹോദരങ്ങൾ തമ്മിൽ ആഴമായ സ്നേഹമുള്ളവർക്ക് ഇങ്ങനൊരു കഷ്ടത ആവശ്യമുണ്ടോ? കർത്താവേ, ഞങ്ങൾക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസം, കണ്ടിട്ടില്ലേലും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും.
കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുറ്റം പറയുന്നവരല്ലേ. ഞങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്ത് സഹായിപ്പാൻ മനസ്സുള്ളവരാ, പ്രാർത്ഥിപ്പാൻ മനസ്സുള്ളവരാ. ഞങ്ങൾക്ക് ദൈവം ഒരു ക്വാളിറ്റി തന്നിരിക്കുന്നു. നമുക്ക് ധൈര്യമുണ്ടോ പറയാൻ? ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിപ്പാനും സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിപ്പാനും നമുക്ക് കഴിയുന്നെങ്കിൽ അത് വലിയൊരു അടയാളമാണ് നമ്മുടെ ഹൃദയത്തിൽ ആരുടെ അസൂയയും പകയില്ലെന്നുള്ളത്. ദുഃഖിക്കുന്നവരോടൊപ്പം, അത് റോമാലേഖനത്തിലെ ആ വാക്യം. അതായത് നമ്മൾ ചിന്തിച്ചേ, നമ്മുടെ ശരീരത്തെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കാൻ പറഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു സെന്റൻസ്, ഒരു വാക്യം ഞാൻ പറയുന്നത്. ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിപ്പാനും സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിപ്പാനും. സഭയിലാണ് അത് പറയുന്നത്, സഭയെ കുറിച്ചാണ്. നമുക്ക് കഴിയുന്നെങ്കിൽ അത് വലിയൊരു പ്രൂഫാണ് നമ്മൾ നിസ്വാർത്ഥവും നിർവ്യാജമായ സ്നേഹത്തിന്റെ ഉടമകളാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രിയ. കേൾക്കുമ്പോ നല്ല സുഖം. ആർക്കാ പറ്റാത്തെ? ഞങ്ങൾക്ക് ആരോടൊപ്പം ദുഃഖിക്കാം, സന്തോഷിക്കാനോ? നമ്മൾ ഈ വാക്യം ഹൃദയത്തിൽ വെച്ചോണം. എന്നിട്ട് ഇത് വെച്ച് നമ്മളെ എപ്പോഴും ശോധന കഴിച്ചോണം. ഞാൻ ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിൽ വേരൂന്നാൻ വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് എന്നെ തന്നെ ശോധന കഴിക്കണം. എനിക്ക് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ലെങ്കിൽ ഞാൻ തോറ്റെന്ന് പിന്മാറത്തില്ല. നടക്കുന്നില്ലെങ്കിൽ ഞാൻ ആരെടുത്ത് ചെല്ലും? ഇത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സാധ്യമാക്കുന്നതിനടുത്തേക്ക് ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിപ്പാനും സന്തോഷം. അപ്പം ഈ ക്വാളിറ്റീസ് ഒക്കെ നമുക്കുണ്ടെന്ന് വെച്ചു, അപ്പോഴും നമ്മളെ കഷ്ടത്തിലൂടെ കടത്തി വിടും. എന്താ അറിയോ? നമുക്ക് സഹിഷ്ണുത ഉണ്ടാകണം. സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാരെന്ന്, അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ആ അവസ്ഥയിലൂടെ കടന്ന് കാണാതെ വിശ്വസിക്കുന്നവർ. തോമസിനോട് യേശു പറഞ്ഞു, നീ എന്നെ കണ്ടിട്ടാ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്. കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ആ അനുഗ്രഹം അവിടെ കൊണ്ട് തീർന്നില്ല. യേശു യോഹന്നാൻ സ്നാപകൻ ഇടറിപ്പോവുക. വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുവന് വേണ്ടി കാത്തിരിക്കണോ? ഈ ചോദ്യം മുഴങ്ങിയപ്പോൾ യേശു യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് മറുപടി കൊടുത്തയച്ചു. എങ്കിൽ ഇടറിപ്പോകാത്തവൻ അഭാഗ്യവാൻ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ കാണാതെ വിശ്വസിക്കുന്നവർ ബ്ലസ്സഡ് ആണ്. വിശ്വസിച്ച് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വീശുമുറ അവന്റെ കയ്യിലുണ്ട്. അവൻ ഗോതമ്പ് മുറ്റും എടുപ്പാക്കി കളപ്പുരയിലും കയറ്റും, പതിർന്നെയെല്ലാം കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും എന്നൊക്കെ ഉറക്കെ പ്രസ്താവിച്ച യോഹന്നാൻ സ്നാപകൻ കണ്ടു. യേശു അതിനും പറ്റുന്നില്ല, ഗോതമ്പും കളപ്പുരയിൽ വെക്കുന്നില്ല. യേശു പറഞ്ഞ പോലെ ഒരു മിനിസ്ട്രിയും ചെയ്യുന്നില്ല. ചെയ്യുന്ന മൊത്തം ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും സൗഖ്യമാക്കി മുന്നോട്ട് പോവാം. എല്ലാരോടും സുവിശേഷം അറിയിക്കുക. ഞാനാണ് ഇവിടെ ജയിലിനകത്തും, എന്നെ ഡെലിവറി ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു വേർതിരിവിന്റെ കളപ്പുരയിലേക്ക് ഗോതമ്പിനെ കയറ്റി, അതായത് ദൈവത്തിനുള്ളവരെ വേർതിരിച്ച്, ദുഷ്ടരെ വേർതിരിച്ച് തീയിലേക്ക് ഇടുന്ന ഒന്നും കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ചങ്കു പിടഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്കൊരു കാര്യം ചോദിക്കണം, നിങ്ങൾ പോയി ചോദിക്കണം. എന്നെ എന്ന് റിലീസ് ചെയ്യുന്നല്ല ചോദിച്ചേ, വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കുന്നു? അതിന്റെ അർത്ഥം മനസ്സിലായോ? ആർക്കും എപ്പം വേണേലും ഇടറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ യേശുവിന്റെ മറുപടി, നിങ്ങൾ ചെന്ന് അവനോട് പറ. യോഹന്നാനെ ഉയർത്താവുന്നതിന്റെ മാക്സിമം യേശു ഉയർത്തി, താഴ്ത്തിയില്ല കേട്ടോ. എത്രത്തോളം ഒരു മനുഷ്യനെ ആദരിക്കാമോ, സ്ത്രീകളിൽ ജനിച്ചതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവനെന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സണൽ, വളരെ പേഴ്സണലായ, വളരെ സ്വകാര്യമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരോടും പറയാത്ത സ്വകാര്യതയല്ല, യോഹന്നാൻ സ്നാപകന്റെ ചങ്കിലേക്ക് തുളച്ചു കയറുന്ന ഒരൊറ്റ സന്ദേശം, എങ്കിൽ ഇടറിപ്പോകാത്തവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. തോമസിനോട് പറഞ്ഞു, കാണുന്നത് വിശ്വസിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്ത. എന്താ അതിന്റെ അർത്ഥം? എന്റെ പ്രതീക്ഷകൾ പോലെ ഒന്നും ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും അവനുമായുള്ള ബന്ധത്തിൽ തട്ടി വീഴാതെ, റിലേഷൻ തട്ടിക്കളയാതെ നിൽക്കുന്നവൻ ബ്ലസ്സഡ് ആണ്. തീർന്നില്ല. യാക്കോബ് പറയുന്നു, സഹിഷ്ണുത കാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതിന്റെ അർത്ഥം ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞറിയോ? എന്റെ വാക്കുകളെ നിർത്താം. എന്തിനാ ഇത്രയും പറഞ്ഞറിയാ പ്രിയപ്പെട്ടവരെ? വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവനാ, കാണാതെ വിശ്വസിക്കുന്നവൻ. തീർന്നില്ല. പ്രശ്നങ്ങളിൽ ഇടറാൻ പോകുമ്പോൾ ദൈവ സന്ദേശം പറഞ്ഞു, തന്റെ വചനം വെളിപ്പെടുത്തി, നമ്മൾ തിരിച്ചറിഞ്ഞു, ഇല്ല കർത്താവേ,
ഇടത്തില്ല. ഡൗട്ടൊക്കെ ഒത്തിരി ഉണ്ട്. നീ എന്താ ഈ സമയത്ത് പ്രവർത്തിക്കാത്ത, ഇപ്പോൾ പ്രവർത്തിക്കാത്ത? ഇങ്ങനല്ലല്ലോ, ദുഷ്ടന്മാരിങ്ങനെ നഴച്ചു വളരുന്നു. അതെ, നീ ആണെങ്കിൽ ദുഷ്ടനെ വേർതിരിക്കുന്നില്ല. നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു വേർതിരിവ് നടക്കുന്നില്ല. ഇടറാൻ സാധ്യത. മെസ്സേജ് അവിടെ ചെന്നു. അവന്റെ റിലീസിനെ കുറിച്ചല്ല, ശുശ്രൂഷയെ കുറിച്ചല്ല, ദൈവമായുള്ള ബന്ധത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ ഒറ്റ വാക്കു മതിയായിരുന്നു. എങ്കിലും 3, പുതിയ നിയമസഭ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. പുതിയ സഭ വിശ്വസിക്കാൻ മാത്രം വിളിക്കപ്പെട്ടവരല്ല, ഇടറിപ്പോകാതിരിപ്പാൻ ഉറപ്പായി വിളിക്കപ്പെട്ടവരെ ഉറപ്പായി നിൽക്കണം. അവിടെയും ഒന്നും തീരുന്നില്ല. പുതിയ നിയമസഭ സഹിഷ്ണുത കാണിക്കാൻ വിളിക്കപ്പെട്ടവരാ. എൻഷുറൻസ് നമ്മുടെ മുഖമുദ്രയായിരിക്കണം. ഫെയ്ത്ത് മാത്രമല്ല, വിശ്വാസി എന്ന പേർ നമുക്ക് കാണും. പക്ഷെ വിശ്വാസി എന്നത് ശിഷ്യഗണത്തിലേക്ക് കടക്കുമ്പോൾ ഡിസിപ്ലിനിലേക്ക്, ഡിസൈപ്പിൾ ആകാനുള്ള ഡിസിപ്ലിനിലേക്ക് കടക്കുമ്പോൾ പുതിയ സഭയുടെ അടുത്ത മുഖം വെളിപ്പെടണം. സഹിഷ്ണുത, എൻഡ്യൂറൻസ്. എന്താ കാര്യം? കഷ്ടത. അപ്പൊ എങ്ങനെ എൻഡ്യൂറൻസ് ഉണ്ടാവും? എൻഡ്യൂറൻസ് ഉണ്ടാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവം അനുവദിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ അനുസരണത്തോടെ കടന്നു പോകുമ്പോൾ അതിന്റെ അനന്തര ഫലമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റിയാണ് സഹിഷ്ണുത. ആ സഹിഷ്ണുതയിൽ തുടരുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത ക്വാളിറ്റിയാണ് ഒരു സ്റ്റേബിളായ ഡിവൈൻ ക്യാരക്ടർ. അങ്ങനെയുള്ളവർ പറയും കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധതയും. ഇപ്പൊ ഈ സിദ്ധത, ഈ ഡിവൈൻ ക്യാരക്ടർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. പ്രത്യാശയ്ക്ക് ഒരു ഭംഗവും വരുന്നില്ല. അപ്രത്യാശയിൽ നമ്മളെ ഉറപ്പിക്കുന്നു. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മൾ ബ്ലസ്സഡാ? ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ ബ്ലസ്സഡ്? ലോകം എന്തൊക്കെയാണ് ഭാഗ്യത്തിന് വെച്ചിരിക്കുന്ന മാനദണ്ഡവും നമുക്കറിയാം. പക്ഷെ ഈ തിരുവചനം വെച്ചിരിക്കുന്ന മാനദണ്ഡത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ട സഹിക്കുന്നതിന് കൊടുക്കുന്ന സമാപന. ആ സമാപനമല്ല നമ്മുടെ ആരംഭമാണ്. പക്ഷെ യോബിന് വരുത്തിയ അതെ അന്നം നമുക്ക് വരുത്തണം. ചോദിച്ചാൽ എന്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്നോ? ദൈവരാജ്യത്തിനാണെങ്കിൽ ദൈവരാജ്യം അവകാശമായി ലഭിക്കും. ഇനി ആരോ തരും? നീതിപൂർവമായ ന്യായം നടത്തും ദൈവം. പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിച്ചവർക്ക് ആശ്വാസവും അനുഗ്രഹങ്ങളും ധാരാളമായി വർഷിപ്പിക്കുന്ന ആ സുദിനത്തിനായി കാത്തിരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവങ്ങൾ സമർപ്പിക്കാം. നമുക്ക് പരസ്പരം നന്ദി പറയാൻ കാരണങ്ങളെ കൊടുക്കാം. എന്ത് കാരണങ്ങളാ കൊടുക്കണ്ടേ? നാം പുറപ്പെടുവിക്കുന്ന ദിവ്യ സ്വഭാവം കണ്ടിട്ട് നമ്മുടെ സഹോദരങ്ങൾ നന്ദി പറയട്ടെ, സഭ നന്ദി പറയട്ടെ, ശുശ്രൂഷകൾ നന്ദി പറയട്ടെ, നമ്മൾ പ്രശംസനീയമായ വ്യക്തികളായി മാറട്ടെ. നാം നിമിത്തം പ്രശംസ ഉണ്ടാകട്ടെ, നാം നിമിത്തം ദൈവത്തിന് ധാരാളമായ നന്ദി സ്തോത്രം ഉണ്ടാകട്ടെ. കൃപയാൽ നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്തുയേശുവിനും കർത്താവിൽ പിതാവിനുള്ള കൃപയും സമാധാനത്താൽ നമുക്ക് നീങ്ങാം. കഷ്ടത സഹിഷ്ണുത സിദ്ധതയും പുറപ്പെടുവിച്ചുകൊണ്ട് ഭംഗമരാത്ത പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവോളം നമുക്ക് ജയകരമായി മുന്നേറാം. നീതിപൂർവമായ ന്യായവിധിക്കായി നമുക്ക് കാത്തിരിക്കുക. വചനങ്ങളാൽ ദൈവം നമ്മെ